അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യരായ എൻ്റെ ഗുരുനാഥന്മാരെ, സന്നിധരായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധനായ സൃഷ്ടാവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്പം തണുപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ തലയെ നമ്മൾ ഇരുത്തുന്നത്. മനുഷ്യനെ മൃഗമായി കണ്ടവരുണ്ട്. മനുഷ്യനെ ആത്മസംഘർഷത്തിൻ്റെ 60-70 കിലോ ആയി വിലയിരുത്തിയവരുണ്ട്. പക്ഷേ മനുഷ്യരെ ഖുർആൻ കണ്ടത് സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഉത്കൃഷ്ട സൃഷ്ടിയായിട്ടാണ്. വേർതിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ എന്നല്ല പിതാവിൻ്റെ മക്കളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആദമിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കുടുംബത്തിലേക്ക് ചേരുകയാണ്. നമ്മുടെ ഉമ്മ ഹൗവ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ തൊഴിലുറപ്പും എൻ്റെ ശമ്പളമായിട്ട് ഞാൻ പോയിക്കോളാം, ഹൗവ ഇയും എന്തെങ്കിലും ജോലിയെടുത്ത് ഇയും ജീവിച്ചോ എന്ന് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ നമ്മളിവിടെ ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ പ്രൊഫഷനുകൾക്കിടയിൽ തന്നെ അവരുടെ കുടുംബ ജീവിതവും ഭദ്രതയുമൊക്കെ ഉണ്ടായത് കൊണ്ടാണ് സമൂഹത്തിൽ ഇന്ന് പരന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഡർലെസ് ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു. അവൻ തീരെ വരാത്ത ഒരാളാണ്. അപ്പോൾ അവനോട് ഒരധ്യാപകൻ മറ്റൊരധ്യാപകനോട് പറഞ്ഞു, അവൻ സ്ഥിരമായി വരുന്നയാളാണല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൻ റെഗുലർലി ഇറഗുലറാണ് എന്ന്. പലപ്പോഴും നമ്മളെയൊക്കെ വീട്ടുകാരും നാട്ടുകാരുമൊക്കെ വിലയിരുത്തുന്നത് റെഗുലറാണ്, പക്ഷേ റെഗുലർലി അദ്ദേഹം ഇറഗുലറാണ് എന്നതാണ്. പലപ്പോഴും നമ്മളുടെ ഓർഡറുകൾ എന്തിനും ഒരു ബേസുണ്ട്. ആ ബേസിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മാർഗം നൽകിയത്. ഒരു എക്സലൻസ് പ്രൊഫഷൻ എങ്ങനെ ആയിത്തീരും എന്ന് ചോദിക്കുമ്പോൾ, ജോലിക്ക് വേണ്ടി ജോലി കിട്ടിയതല്ല, കൂലിക്ക് വേണ്ടി കൂലി കിട്ടിയതുമല്ല. നമ്മളുടെ ഒരു ജോലി അള്ള തന്നത് ചെറുപ്പത്തിലല്ല. ചെറുപ്പം മീൻസ് കുട്ടിയാവുമ്പോഴല്ല. നമുക്ക് ജോലി കിട്ടിയത് ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതകൾ വരുമ്പോഴാണ് നമുക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങിയത്. ചിലരൊക്കെ പറയാറുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് വേണം പെണ്ണ് കെട്ടാൻ. അങ്ങനെയുള്ളവന് ജോലിയും കിട്ടലില്ല, പെണ്ണും കിട്ടലില്ല. കാരണം അതങ്ങനെ നീണ്ടു പോവുകയാണ്. മറിച്ച് ആവശ്യമുണ്ടാകുമ്പോഴാണ് അള്ളാഹു നമുക്ക് വരുമാനം തരിക. ആ വരുമാനമാണ് ജോലി. വലാ തുഅ്തു സുഫഹാ, നിങ്ങൾ വിഡ്ഢികളെയും തട്ടിപ്പുകാരെയും ഏൽപ്പിക്കരുത്. അംവാലക്കും, നിങ്ങളുടെ സമ്പത്തിനെ, അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി തന്നിട്ടുള്ള ജോലിയും കൂലിയുമൊന്നും നിങ്ങളെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഈ സമ്പത്ത്, ശമ്പളം ഉപകാരപ്പെടുന്നതായിരിക്കണം. ആ ഉപകാരം ഒരു കറണ്ട്, അത് ഗതികോർജമായി കിട്ടും. അത് പിന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ വൈദ്യുത ഊർജമായി, താപോർജമായി കിട്ടും. നമ്മളുടെ ശമ്പളമായിരിക്കും ഭാര്യ തിന്നുന്നത്, നമ്മളുടെ ശമ്പളമാണ് കുട്ടി തിന്നുന്നത്, നമ്മുടെ ശമ്പളമാണ് മാതാവും പിതാവും തിന്നുന്നത്. ഞാൻ നക്കാൻ തരുന്നില്ലേ എന്ന് ഒരു പിതാവും നമ്മളോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നമ്മൾ തിന്ന അത്രേ
വേറെ ആരും വീട്ടിൽ തിന്നിട്ടുമില്ല. അതെന്തായിരുന്നു? അതൊരു ബാധ്യതാ നിർവഹമാണ്. അപ്പോഴാണ് ഒരു ജോലി എനിക്ക് കിട്ടുന്നത്. 2 ശമ്പളം വാങ്ങിയാൽ ഞാനാണ് എന്ന് തോന്നുന്നതിന് പകരം നമ്മളാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് അവർ വേണ്ടപ്പെട്ടവരാണ്. വ്യക്തി, കുടുംബം, സമൂഹം, ഈ ഒരു ക്രമം നമ്മളെന്നും വായിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ഒരു ജോബല്ല, നമ്മുടെ ഒരു പ്രൊഫഷനല്ല. അത് നമ്മളുടെ ജോലി സ്ഥലത്തുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എങ്കിലും അവിടെ നമ്മൾ ഒരു നല്ല ജോലിക്കാരനാവുക നമ്മുടെ തല തണുക്കുമ്പോഴാണ്, നമുക്ക് സമാധാനമുണ്ടാകുമ്പോഴാണ്. ആത്മവിശ്വാസവും സമാധാനവും വേണം. ആ സമാധാനത്തിന് നമ്മൾ ഓഫീസ് കഴിഞ്ഞാൽ, ജോലി സ്ഥലം കഴിഞ്ഞാൽ വീട്ടിലാണുള്ളത്. വീടിന് ഖുർആൻ പറഞ്ഞത് മസ്കൻ എന്നാണ്. സക്കന എന്ന് പറഞ്ഞാൽ ശാന്തമായി താമസിച്ചു എന്നാണ്. ചട്ടിയും കലവും പ്രഷർ കുക്കറുമൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുകയും ഗ്യാസിൻ്റെ പൈപ്പ് ഉരുകിടുകയും വീണ്ടും വൈകുന്നേരമൊക്കെ അത് ശരിയാക്കുകയും ചെയ്യുന്ന ഒരു ഫയർ സർവീസ് ഇടക്കിടക്ക് കയറേണ്ടി വരുന്ന ഒരു വീടല്ല മസ്കൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന അന്നത്തെ രാത്രി എങ്ങനെ ഉറങ്ങുന്നുവോ അതുപോലെ ആ വീട്ടിൽ നിന്ന് നമ്മുടെ മയ്യത്തെടുക്കുന്നത് വരെ ഉറങ്ങാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ മുടക്കിയ പണം, നമ്മളുടെ അധ്വാനം, നമ്മളുടേതായ ആ പരിശ്രമം അത് ഗുണപ്പെടുക. വെല്ലുവിളികൾ വരുമ്പോൾ പുറമേയുള്ള ഏജൻസിയെ നമ്മൾ സമീപിക്കാറുണ്ട്. ആ ഏജൻസി നമുക്ക് നമ്മളുടെ കൗൺസിലർ ഖുർആനും ഹദീസുമാണ്. ആ മാനദണ്ഡത്തെ നമ്മൾ കാണുമ്പോൾ സ്പിരിച്വൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അവഗണനയുടെ, ഒരു എന്താ പറയുക, ഒരു തള്ള വൈബിൻ്റെ കാലമായിരിക്കാം. പക്ഷേ വലിയ വലിയ അപ്പോസ്തലന്മാരും സൈദ്ധാന്തികരും വിചക്ഷണന്മാരും ആയത്തുകളും ഹദീസുകളും കോറിയെടുക്കുന്നുണ്ട്. ഇന്ന് കോടതികളുടെ വിധികളിൽ പരാമർശിക്കപ്പെടുന്ന ആദ്യ വാചകങ്ങൾ പലതും ദൈവിക നിയമങ്ങളുടേതാണ്. ഇസ്ലാം ഇത് ഒരു ജെൻഡറിനെ ഏൽപ്പിക്കുന്നില്ല. നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മുടെ ജോലി, നീ അങ്ങ് പണിയെടുത്തോ, അങ്ങനെയല്ല. അത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ്. ഉത്തരവാദിത്തം ഷെയർ ചെയ്യുമ്പോൾ ഫൈനാൻഷ്യലി ഉള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ അവിടെ ഇമോഷണലി ഉള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, അത് നമ്മളെ പുരുഷനെയാണ് ഏൽപ്പിക്കുന്നത്. ഫാമിലി ഗോൾ, അത് നമ്മളുടെ കുട്ടികൾ, അവർ വളരണം, അവർ പഠിക്കണം, അവർ ഉന്നതരാകണം, നല്ല സ്വഭാവം വേണം, നല്ല സംസ്കാരം വേണം, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇസ്ലാം ഏൽപ്പിക്കുന്നത് സ്ത്രീയാണ്. നമുക്കായിരുന്നു പടച്ച റബ്ബ് ഗർഭപാത്രം തന്നതെങ്കിൽ ഒരാളും പ്രസവിക്കുകയില്ല, പ്രസവിച്ചൊരു കുട്ടിയിട്ട് ബാക്കി ഉണ്ടാകുകയില്ല. അള്ളാഹു അത് അവരെ ഏൽപ്പിച്ചത് അവരുടെ ആ ഒരു മയം, അവരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു ലാളിത്യം, അത് അവരെ ഏൽപ്പിച്ചു എന്നത് അവർക്കാണത് സാധിക്കുക എന്നതുകൊണ്ടാണ്. ഇന്ന് ആണ് പെണ്ണാകാനും പെണ്ണ് ആണാകാനും ഒക്കെ ശസ്ത്രക്രിയ 3 ലക്ഷം വരെ ചിലവാണ്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ അള്ളാഹ് ശസ്ത്രക്രിയ അല്ലാതെ തന്നെ കോടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളുടെ ഉത്തരവാദിത്വം നിർവഹണത്തിൽ ജോലി, കുടുംബം, ആത്മീയത, ജോലി ഒരു ഭാഗത്ത് നടക്കണം, ആത്മീയമായ ആരാധനകളും ഒക്കെ. ഒരു വീട്, ഖുർആൻ ഓതുന്ന വീട് വിശാലമായ വീടാണ്. ഖുർആൻ ഓതാത്ത വീട് ചെറിയ വീടാണ്. നമ്മൾ വലിയ വീട് കയറ്റിയിട്ടും അവിടെ ഇടുക്കം തോന്നുന്നുവെങ്കിൽ അവിടെ ആരെങ്കിലും ഒന്ന് ഓതണ്ടേ എന്നല്ല, നമ്മൾ ആത്മീയമായ വെളിച്ചം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ബാധ്യതകൾ. അബ്ദുള്ള ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെൻ്റെയൊക്കെ പോലെ തിരക്കാണ്. ചിലരുടെയൊക്കെ DP നോക്കിയാൽ ഐ ആം ബ്യുസി എന്നാ കാണുക. ഒരാൾക്കൊരു മെസ്സേജ് അയക്കണം എന്ന് കൂടി നമുക്ക് വേണ്ടി തോന്നൂല. കാരണം ഫുൾ തിരക്കാണ്, മരിക്കാൻ വരെ തിരക്കുള്ള മനുഷ്യനാണ്. അപ്പം ഇനി മലക്കുൽ മൗത്തേറ്റ് തിരിച്ചു പോകുമെന്നറിയില്ല. ഏതായാലും അങ്ങനെയൊന്നും നമ്മളാരും DP വെക്കാറില്ല. കാരണം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടെ, വിളിച്ചാൽ സമയമുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകൽ നോമ്പ് നോൽക്കാനും രാത്രി മുഴുവൻ നിസ്കരിക്കാനും അല്ല നിന്നെയും എന്നെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്.
നിൻ്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്, നിൻ്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നിൻ്റെ വീട്ടിലെ കണ്ണാകുന്ന നിൻ്റെ ഭാര്യയോടും നിനക്ക് ബാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഭാര്യയോടും ഭർത്താവിനോടും നമ്മളുടെ ശരീരത്തോടും നമ്മളുടെ മനസ്സിനോടും കണ്ണിനോടും ബാധ്യത. അപ്പോൾ ഒരു റോൾ മോഡലാണ്. ഒരു അവാർഡ് കൊടുത്തതിപ്പോൾ നമ്മളെ ഇന്ത്യൻ നടൻ വാങ്ങി വന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവാർഡ് തരേണ്ടത് നിങ്ങൾക്കാണ്. ഒരു വീട്ടിൽ ജോബും നമ്മുടെ പ്രൊഫഷനും നമ്മളുടെ ഇതും എല്ലാം കൊണ്ടു നടക്കുന്നത് ജോലി ജീവിക്കാനുള്ള വകയാണ്. അത് ജോബ് ചിലപ്പോൾ കച്ചവടമാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമുള്ള ഒരു ആറ്റിക്കുറുക്കിയ ജോലിയാകാം, അല്ലെങ്കിൽ കൃഷിയാകാം. പക്ഷേ പലപ്പോഴും എൻ്റെ ഭർത്താവിന് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ അതിപ്പോൾ എന്താ, മൂപ്പർ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്നാണ് പറയുക. അങ്ങനെയല്ല, നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുകയാണിവിടെ. ഈ സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പുണ്യമാണ്, ഭർത്താവിന് തിന്നാൻ കൊടുക്കുന്നത് പുണ്യമാണ്, വീട്ടിലേക്ക് വൈകുന്നേരം വസ്തു കൊണ്ടുവന്ന് കൊടുക്കുന്നത് പുണ്യമാണ്. അപ്പോൾ കുടുംബ സമയം നമ്മൾ കണ്ടെത്തണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരു കമ്പ്യൂട്ടറിൽ വീട്ടിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡീഷണൽ ഡ്യൂട്ടി ചെയ്യുന്ന പിതാവിനോട് കുട്ടി ചോദിക്കുകയാണ്, വാപ്പാ നിങ്ങൾക്കിപ്പോൾ ഈ 6 മണി മുതൽ 8 മണി വരെ ജോലി ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ പിതാവ് പറയുന്നു, എനിക്ക് 500 രൂപ എനിക്ക് എക്സ്ട്രാ കിട്ടും. ആ മകൻ ആ കുട്ടിയുടെ തൊണ്ട് പൊളിച്ച് അവൻ്റെ വല്യുപ്പയുടെ അടുക്കൽ നിന്ന് 200 വാങ്ങി, അവൻ്റെ വല്യുമ്മയുടെ അടുക്കൽ നിന്ന് 200 വാങ്ങി, അവൻ സൂക്ഷിച്ച ഒരു ചെറിയ കുറ്റിയിൽ 100 ശേഖരിച്ച് കൊണ്ടുവന്ന് 500 രൂപ ഉപ്പയുടെ കയ്യിൽ കൊടുത്ത് കുട്ടി ചോദിക്കുകയാണ്, ഉപ്പ നിങ്ങൾ എൻ്റെ കൂടെ 2 മണിക്കൂർ കളിക്കുമോ? നിങ്ങൾക്ക് കമ്പനി തരുന്ന 500 ഞാൻ തരാം. അങ്ങനെ ഒരു കുട്ടി എന്നോട് പറഞ്ഞുവെങ്കിൽ നമ്മൾ പരാജിതനാണ്. അധ്യാപകനായ എൻ്റെ ഗുരു BEdന് പഠിക്കുമ്പോൾ പറഞ്ഞു, ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കടാ എന്ന് പറഞ്ഞുവെങ്കിൽ നീ അധ്യാപനത്തിൽ പരാജയപ്പെട്ടു എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ, ഉമ്മ ഒന്നിങ്ങോട്ട് നോക്കുമ്മ, ഉമ്മ ഒന്ന് ശ്രദ്ധിക്കുമ്മ, എന്നെ ഒന്ന് നോക്കിമ്മ എന്ന് കുട്ടി പറയുന്നുവെങ്കിൽ നമ്മൾ ഉമ്മയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമുക്ക് 24 മണിക്കൂറുണ്ട്. ആത്മസംഘർഷങ്ങൾക്ക് വേണ്ടി 12 മണിക്കൂർ മാറ്റിവെക്കാൻ, തമ്മിൽ തല്ലുകൂടാൻ നമുക്ക് സമയമില്ല. നമുക്ക് സ്നേഹിക്കാനും അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുമാണ്. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നത് ബന്ധങ്ങളിലൂടെയാണ്, ബന്ധനങ്ങളല്ല. ബന്ധുവാര് ശത്രുവാര് അന്വേഷിക്കല്ല, ബന്ധങ്ങൾ നമുക്ക് ബന്ധനങ്ങളല്ല. അതുകൊണ്ട് ഊഷരതയും ഉന്മേഷവുമാണ് നമുക്ക് ആവശ്യമുള്ളത്. 20, 25, 30 ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെയാണ് പെണ്ണ് കിട്ടുന്നതും, അല്ലേ? നമ്മൾ ജോലിയാണോ നോക്കുക, പെണ്ണാണോ നോക്കുക? രണ്ടും ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് പരസ്പരം പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ 3 മാസത്തിനോ അല്ല, ഖബറിലേക്ക് എടുക്കുന്നത് വരെ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക. അതൊരു ഉത്തരവാദിത്തമാണ്. ജോലിയെ കുടുംബത്തിന് വേണ്ടി ആരും ഒഴിവാക്കണ്ട, കുടുംബത്തിന് വേണ്ടി ജോലിയും ആരും ഒഴിവാക്കണ്ട. നമുക്ക് ഒന്നിച്ചു ചേർക്കാം, കൂടെ കൂട്ടാം. വ്യക്തി, കുടുംബം, സമൂഹം. സ്വഭാവം, സ്വന്തം ഭാവമാണ് സ്വഭാവം. എൻ്റെ സ്വഭാവം എനക്കറിയോ എന്ന് 8 മണിക്ക് ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ ചിലപ്പോൾ മുളക് കൂടുതൽ ഇട്ടു എന്ന് വരും, ചിലപ്പോൾ ചൂടുള്ള ചായ വായിലേക്ക് പാർന്നു എന്ന് വരും. ആ ചോദ്യം കൊണ്ട് കാര്യമില്ല. എൻ്റെ സ്വഭാവം നീ കാണണം, നിങ്ങളുടെ സ്വഭാവം ഇവർ കാണണം. അതാണ് സ്വഭാവം. അതാണ് പ്രവാചകൻ അങ്ങാടിയുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുസമൂഹത്തിൻ്റെ അല്ല. ആരാണോ സ്വന്തം വീട്ടിൽ സഖിയോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് അവനാണ് ഏറ്റവും നല്ല പകൽമാന്യനും രാത്രിമാന്യനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ജ്യേഷ്ഠനായിരിക്കാം, ജ്യേഷ്ഠൻ ചിലപ്പോൾ തൊഴിലുറപ്പുകാരനാകാം, അനിയൻ ചിലപ്പോൾ കമ്പികെട്ടുകാരനാകാം, അതിൻ്റെ ഇടയിലെ കലക്ടറോ, അതിൻ്റെ ഇടയിലെ ഡോക്ടറോ, അതിൻ്റെ ഇടയിലെ പ്രൊഫസറോ, അതിൻ്റെ ഇടയിലെ വക്കീലോ ആയിരിക്കാം നമ്മൾ. 4 മക്കളാണ്. ഒരാൾ പ്രൊഫസറാണ്, ഒരാൾ വക്കീലാണ്, ഒരാൾ ഡോക്ടറാണ്. അങ്ങനെ ഒരു അനുജൻ ചായക്കടക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ചായ പാരും, ആളുകൾക്കൊക്കെ കൊടുക്കും.
ആളുകൾക്കൊക്കെ കൊടുക്കും. ഒരു ദിവസം കാക്ക നിങ്ങൾക്ക് ശമ്പളം കിട്ടിയതല്ലേ, ഒരു 4000 തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാ ഇജ് തരിക, എന്ത് കണ്ടിട്ടാ തരണേ? അയാൾ ഒരുപാട് ആലോചിച്ചു, ചായയൊക്കെ ഒഴിച്ചു, അവസാനം ഒരു കത്തെഴുതി വെച്ചു, ജോലിയുള്ള കുടുംബത്തിൽ ഒരു ചായക്കാരൻ ഒരു ശല്യക്കാരനാണെങ്കിൽ ഞാൻ പോവുകയാണ്. അയാൾ ഇന്ന് പരലോകത്താണ്. എന്താണ്? ചിലപ്പോൾ നമുക്ക് ജോബ് തന്നു, നമ്മുടെ അനിയന് ജോബില്ല. ഇടക്ക് നമ്മൾ പറയാം, ഇങ്ങനെ നടന്നോ, ഗൾഫൊക്കെ പറഞ്ഞയച്ചു, തിരിച്ചു പോന്നു, എന്തിനു പറ്റും നിന്നെ? അല്ല, നമുക്കൊരു വൃക്ക പോയാൽ ആരുടെ വൃക്കയാണ് തരിക എന്ന് ചോദിച്ചാൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ തൃശ്ശൂരിലോ പോയാൽ ആ ഡോക്ടർ ചോദിക്കും, അനിയൻ്റെ വൃക്കയുണ്ടോ, ജ്യേഷ്ഠൻ്റെ വൃക്കയുണ്ടോ? അതെന്തിനാ സാർ, ജ്യേഷ്ഠനോടും അനിയനോടൊന്നും ഞാൻ മിണ്ടാറില്ല. എടാ, നിൻ്റെ രക്തത്തിലുള്ള ഒരു വൃക്കയാണെങ്കിൽ ആ ടെസ്റ്റ് 3-4 ടെസ്റ്റ് മതി. അതുകൊണ്ട് നിൻ്റെ ശരീരം അത് ആക്സെപ്റ്റ് ചെയ്യും. പുറമേന്ന് 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഒക്കെ പുറമേന്ന് വാങ്ങിയാൽ ആ വൃക്ക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിരസ്കരണമുണ്ട്. അത് കാണാൻ, നിൻ്റെ ശരീരം കാണാൻ ഞങ്ങൾക്കോ എൻ്റെ ഉമ്മാക്കോ കഴിയില്ല. രക്തബന്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഓൻ മിണ്ടൂല. ഓനിപ്പോൾ ഓൻ്റെ സാലറി, ഓൻ്റെ മുഖം കണ്ടിട്ട് 1 ലക്ഷമാണ്, അവൻ്റെ ഭാര്യയുടെ സ്വഭാവം കണ്ടിട്ട് ഇപ്പോൾ 2 ലക്ഷമാണ്. അത് നമ്മളുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. ഒരു ഇരട്ടക്കുട്ടികൾ എയിലും ബിയിലുമാണ്. ഇരട്ടക്കുട്ടികൾ എയിലും ബിയിലുമാണ്. ബിയിലുള്ളവന് ചങ്ക് വേദന, നോക്കുമ്പോൾ എയിലുള്ളവന് അടി കിട്ടിയിട്ടുണ്ട്. അത്രത്തോളമാണവ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരേ സമയം കിടന്നു, ഒരേ സമയം വളർന്ന്, ഒരേ സമയം പിറന്ന ടിൻസുകൾക്ക് ഓനെ കാണാതെ ജീവിച്ചുകൂടാ. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 1 കൊല്ലത്തെ ഗ്യാപ്പ് കടന്ന അമ്മക്ക് കാക്കാനുണ്ട്, കണ്ടും കൂടാ, അനിയനെ കുറിച്ചിട്ട് കേട്ടും കൂടാ. പാത്രത്തിൻ്റെ കുഴപ്പമല്ല, അവിടെ നിന്ന് പോന്നെ തിന്നുന്നതിൻ്റെ കുഴപ്പമല്ല, നമ്മളുടെ മനസ്സിൻ്റെ കുഴപ്പമാണ്. നമ്മളുടെ പാതി ഭാര്യ, വീണ്ടും പറയാൻ പാതിയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെയൊക്കെ അമ്മന് വന്നു അല്ലേ, ഭാര്യനെയും കുട്ടിയാണ് പലപ്പോഴും ഒക്കെ വന്നത്. കല്യാണത്തിന് ചെന്നാൽ ചോദിക്കും, പാതി പോന്നിട്ടില്ലേ എന്ന്. നമ്മൾ പറയാ, റേഷൻ കാർഡിലും കൂടി പേര് വന്നപ്പോൾ നമ്മുടെ ഭാര്യയ്ക്കൊരു സ്റ്റാറ്റസ് കൂടിയിട്ടുണ്ട് അല്ലേ. ആയിക്കോട്ടെ, അവളാണല്ല. നമ്മളൊക്കെ കൂട്ടുകാരുമായി സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ പങ്കുവെക്കാറില്ലേ? എന്താ നമ്മൾ പ്രാർത്ഥിക്കുക? പടച്ചോനെ, ഞാൻ പോണീൻ്റെ മുമ്പ് എൻ്റെ ഭാര്യനെ കൊണ്ടുപോകരുതേന്നാണ്. ഞാൻ പോണീൻ്റെ മുമ്പ് എൻ്റെ ഭാര്യനെ കൊണ്ടുപോകരുത്. എന്താ നിങ്ങളെ ഭാര്യനെ കൊണ്ടുപോയാൽ? ഭാര്യനെ കൊണ്ടുപോയാൽ ഞാൻ ആകെ ഡിസോർഡർ ആവും. എൻ്റെ ചെരുപ്പ് എവിടെയെന്നറിയില്ല, എൻ്റെ പേന എവിടെയെന്നറിയില്ല, എൻ്റെ കണ്ണട എവിടെയെന്നറിയില്ല, എൻ്റെ ഹാർട്ടിൻ്റെ ഗുളിക എവിടെയെന്നറിയില്ല, എൻ്റെ വൃക്കരോഗിയായ എൻ്റെ മരുന്ന് എവിടെയെന്നറിയില്ല. എനിക്ക് ആരാ ഉണ്ടാവുക? എടാ ചങ്ങായേ, ഇത്രത്തോളം വേണ്ടപ്പെട്ടോളാണെങ്കിൽ അതിനോടൊന്ന് നല്ല നിലക്ക് പെരുമാറിക്കൂടെ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് ആരുണ്ടാവും, എന്തുണ്ടാവും? ഒരു ചോദ്യമാണത്. ഒരു ദിവസത്തിൽ വീട്ടിലേക്ക് കയറി വന്നവള, കയർക്കരുത്, ദേഷ്യപ്പെടരുത്, നിന്ദിക്കരുത്, വിട്ടു നിൽക്കരുത്. ഒരു ഭർത്താവ് അവരുടെ ഗെറ്റ് ടുഗദറിന് പോണ അന്ന് ഭാര്യ ഇഡ്ഡലിയും ചപ്പാത്തിയും അതുപോലെ കറിയും കോഴിക്കറിയും പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, എന്നുമില്ലാത്തത് എന്താണെന്ന് ഇത്രത്തോളം ഞാൻ ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ അതൊക്കെ പാടുണ്ടാക്കി തന്നില്ലേ? അപ്പോൾ ഭാര്യ പറഞ്ഞോലോ ഭർത്താവിനോട്, നിങ്ങൾ ഗെറ്റ് ടുഗദറിന് പോവുകയല്ലേ, നിങ്ങളെ പഴയ കൂട്ടുകാരികളൊക്കെ ഇപ്പം ചാടാൻ പോവുകയല്ലേ, അപ്പോൾ അതൊക്കെ പാടെ തിന്നാൽ അവിടെ പോയി ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തരികയാണ്, അല്ലാതെ ഇഷ്ടം കൊണ്ട് തരികയല്ല. പല ഗെറ്റ് ടുഗദറുകളും പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പിന്നീട് ഒരു വയ്യാവേലിയായി മാറുകയാണ്. എന്നോടൊരു പ്രൊഫസറാണ് പങ്കുവെച്ചത്. അയാൾ ഒരുപാട് ഗെറ്റ് ടുഗദറിന് പങ്കെടുത്തതാണ്. ആദ്യമായി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ കോളേജിലും സ്കൂളിലും പഠിച്ചപ്പോൾ കണ്ടതും കേട്ടതുമല്ല നിങ്ങൾക്ക് പിന്നീട് കിട്ടിക്കാണുക, ആ കിട്ടിയവരോടൊപ്പം ജീവിക്കുക. ഒരു ഓട്ടോ ഡ്രൈവറുടെ വീട്, ആ വീട് ഇന്ന് നിശ്ചലമാണ്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കുറേ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ജോലി കിട്ടി, ഇംഗ്ലീഷ് +2 അധ്യാപികയായി. അപ്പോൾ ഓട്ടോ ഡ്രൈവറെ പറ്റാതെയായി. അവൾ ആരുടെയോ കൂടെ പോവുകയാണ് ചെയ്തത്. നമുക്ക് ജോലിയും ശമ്പളമൊക്കെ ആവുമ്പോൾ നമുക്ക് ത്വലാക്ക് ചെല്ലാനുള്ളതല്ലത്. നിനക്കെന്തേ? ഞാൻ ഇപ്പോൾ ദുബൈയിലാണ്. ദുബൈയിലെവിടെ? ഞാൻ എമിറേറ്റ്സിൽ ജോലി കിട്ടിയതാണ്. അനാഥയായ കുട്ടിയെ വിവാഹം കഴിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവന്ന കുട്ടിയെ പിന്നീട് വേണ്ട, സാലറി കൂടി എല്ലാം കൂടി, വീട്ടുകാരെ വേണ്ട, വാപ്പനെ വേണ്ട, ഉമ്മനെ വേണ്ട അല്ലേ? നോക്കൂ നിങ്ങൾ, നമ്മളുടെ വീട്ടിൽ ഇന്ന് എനിക്ക് 4 മക്കളും 2 മക്കൾ കൂടിയാണ്, 6 മക്കളാണ് എനിക്ക്. അതിൽ
ഒരു മകൻ അഥവാ എൻ്റെ ഉപ്പ വഫാത്തായി. ഇന്നും മനസ്സിൽ ഓർക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളുടെ ഉപ്പ ഉണ്ടായിരുന്ന സമയം നമുക്കുണ്ടാകുന്ന ഒരു അംഗീകാരം, നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ വരവ്, അവർ പോകുമ്പോൾ ഒന്നുകൂടി പറയുന്നു, ആ ഉപ്പയും ഉമ്മയും ഇന്ന് വീട്ടിലുണ്ടല്ലോ അല്ലേ. അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഉമ്മ ചോറ് തിന്നോ, ഉപ്പ ചോറ് തിന്നോ. എന്തിനാ ഞാൻ ചോദിക്കണേ? എന്തിനാ നമ്മളോട് ചോദിച്ചത്? ഓഫീസിൽ നിന്ന് ചെന്നപ്പോൾ എന്തിനാ നമ്മളോട് ചോദിച്ചത്? ചോറ് തിന്നോ, ചായ കുടിച്ചോ? തിരിച്ചങ്ങോട്ട് ചോദിക്കുക. എന്തൊക്കെ ഇങ്ങോട്ട് ചോദിച്ചോ അതൊക്കെ തിരിച്ചങ്ങോട്ട് ചോദിക്കുക. ഞാൻ കഴിച്ചു, ഗുളിക കുടിച്ചോ? അള്ളാഹുവിൻ്റെ ഇഷ്ടം മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഒരു പിതാവ് പറഞ്ഞു, ഞാനിവിടെ സ്ഥലം കൊടുത്തിരുന്നു, സ്ഥലം കൊടുത്തു, അവിടെ വീട് കയറ്റാൻ പറഞ്ഞു, എൻ്റെ സംരക്ഷണത്തിനാണ്. പക്ഷേ ഓനും ഓൻ്റെ ഭാര്യക്കും PSC കിട്ടിയപ്പോൾ ഇപ്പോൾ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പുര കയറ്റാൻ പോയി. ആ പുര കയറ്റിയപ്പോൾ അവിടെ കുറുക്കനും പന്നിയൊക്കെ ആയപ്പോൾ ഇപ്പം എൻ്റെ അമ്മരത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ഉപ്പ അവിവേകം ഉണ്ടാവും മക്കളാവുമ്പോൾ, തിരിച്ചവർ വരട്ടെ, നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കട്ടെ എന്നാണ്. ഒരു ഉപ്പ വഫാത്തായി പോയ ഉപ്പ, ആ വീട്ടിൽ 3 മക്കളാണ്. ആ 3 മക്കളായ ആ വീട്ടിൽ ഉപ്പ വഫാത്തായപ്പോൾ ഉമ്മ ഉപ്പയുടെ ഷർട്ട് ഒരാണി കൊളുത്തി വെച്ചു. ആണി കൊളുത്തി വെച്ച് മക്കൾ ഉമ്മാനോട് പൈസ ചോദിക്കുമ്പോൾ ഉമ്മ പറയാണ്, നിങ്ങൾ ബാപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തോളി. അപ്പോൾ എന്തിനാ അമ്മ അങ്ങനെ ബാപ്പാൻ്റെ പോക്കറ്റ് നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെക്കണ്? അല്ല, നിങ്ങൾ അതിന് എടുത്തോളി. വാപ്പ പോയാലും ബാപ്പക്ക് വേണ്ടി ദുആർക്കുന്ന മക്കൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആർക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഓൻ മിണ്ടൂല, വിളിച്ചാ ഫോൺ എടുക്കൂല, ഓൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കലില്ല, ഞങ്ങളപ്പോൾ പറ്റൂല എന്ന് പറയുന്ന വീടുകളല്ല നമ്മളുടേത്. ഒരു വീടിൻ്റെ അനുഗ്രഹം മാതാപിതാക്കളുള്ള വീടാണ്. മാതാപിതാക്കളുള്ള വീടാണ്. ഒരു കാട്ടറബിയോട് രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നിനക്കിപ്പോൾ പണി? ഞാൻ 20 ദിർഹം കടം വീട്ടുന്നു, 20 ദിർഹം ഞാൻ കടം കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ എന്തൊരു പണിയാണ് അപ്പോൾ ഇയാൾ ചെയ്യണത്? എൻ്റെ വീട്ടിൽ 2 മക്കളുണ്ട്, ഞാൻ 20 ദിർഹം അവർക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. ബാപ്പിമ്മി എൻ്റെ വീട്ടിലുണ്ട്, 20 ദിർഹം ഞാൻ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ നമുക്ക് കടം വീട്ടാനുള്ളതാണ്, മക്കൾ നമ്മൾക്ക് കടം കൊടുക്കാനുള്ളതാണ്. സമയമില്ല എന്ന വ്യഥ നമുക്കില്ല. നമ്മളുടെ ക്ലോക്കിലേക്ക് നോക്കിയാൽ നമുക്ക് 24 മണിക്കൂർ അവിടെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഇങ്ങളെയും ഫോണിൽ നമ്മുടെ കുട്ടികളോട് മക്കളോട് പറയേ, ഫോണിൽ ഇങ്ങനെ കളിച്ചോ. അപ്പോൾ മക്കൾ തമ്മിൽ പറയണേ, ബാപ്പ കളിക്കണില്ലേ, ഉമ്മ കളിക്കണില്ലേ, എന്നാൽ പിന്നെന്താ അമ്മക്ക് മാത്രം. നമ്മളെല്ലാവരും തീരുമാനിക്കുകയാണ്, രാത്രി 9:30-10 മണിയായി ഞങ്ങൾ എടുക്കൂല, സുബൈ കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുള്ളൂ. അപ്പോൾ എനിക്കും സമയമുണ്ട്, നിങ്ങൾക്കും സമയമുണ്ട്, കുട്ടിയേക്കും സമയമുണ്ട്, മക്കൾക്കും സമയമുണ്ട്. നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ അതിനുത്തരം അവസാനിപ്പിക്കുകയാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും. ആ ഇണക്കങ്ങളും പിണക്കങ്ങളും എങ്ങനെ നമ്മൾ തീർക്കണം? ഇടക്കിണങ്ങും, ഇടക്ക് പിണങ്ങും. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഒരു പ്രൈവറ്റ് ബസ്സും തമ്മിൽ വരുതിയാൽ അത് മെല്ലെ ഒരു ചിരി കൊണ്ട് അവസാനിക്കും. ഒരു പ്രൈവറ്റ് ബസ്സും KSRTC തമ്മിൽ വരുതിയാൽ പ്രൈവറ്റ് ബസ്സുകാരൻ ഇറങ്ങി വന്ന് KSRTCക്കാരൻ്റെ അടുത്ത് വന്നിട്ട്, സോറി സർ, അറിയാതെ പറ്റിപ്പോയതാണ്, ഒരു 10 രൂപയോ ഒരു 100 രൂപയോ കൊടുക്കും. അവസാനം ഒരു KSRTC ബസ്സും ഒരു പോലീസ് ജീപ്പും കൂട്ടിമുട്ടിയാൽ നാട്ടുകാർ കുടുങ്ങി, പിന്നെ 2 കൂട്ടരോടൊന്നും മാറൂല. നമ്മൾ അങ്ങനെയല്ല. എല്ലാം ഒത്തിണങ്ങി പരസ്പരം പരിഹരിക്കുന്ന ഒരു കൂട്ടുകാരാണ്. വെട്ടിക്കൊല്ലുക, നശിപ്പിക്കുക, കുത്തിക്കൊല്ലുക, അതുപോലെ ജീവിതത്തിൽ ദുനിയാവിൽ നിന്ന് കളയുക, സംശയ രോഗങ്ങൾ ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ രഹസ്യത്തെ അന്വേഷിച്ച് നടക്കരുത്. ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കാണാൻ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ പറയാതെ വരുന്നത് വളരെ ഒരു ഇതാണ്. റസൂലുള്ള പറയാതെ വീട്ടിൽ അങ്ങനെ കയറി വരാൻ പാടില്ല. നമ്മളിടക്ക് ഭാര്യൻ്റെ ഫോൺ എടുക്കുകയാണ്, എന്നിട്ടോ നോക്കുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുക, നിങ്ങളെന്തിനാ എൻ്റെ ഫോൺ എടുത്ത് നോക്കണേ? ഞങ്ങളത് കൊടുക്കട്ടെ. അതിൻ്റെത് അങ്ങനെ എടുക്കണ്ട, എൻ്റെ ഫോൺ ഓൾ എടുത്തോട്ടെ, നിങ്ങളെ ഫോണ് എൻ്റെ ഫോൺ അവൾ എടുക്കുക, അവളെ ഫോണ് ഞാനും എടുക്കുക, കുഴപ്പമില്ല.
നമ്മൾ നമ്മുടെ ഫോണിൽ അറ്റൻഡ് ചെയ്ത് കാറിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഭാര്യ സംശയിക്കും, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും സംശയിക്കും. അത് കൊലപാതകത്തിലേക്കെത്തും. നമ്മളുടെ മക്കൾ അനാഥമാകും. ഫലസ്തീനിൽ കുറേ മക്കൾ ഉണ്ട്, അവർക്ക് വാപ്പിമ്മില്ല. അവരെ പോലെയല്ല നമ്മുടെ മക്കൾ. അതുകൊണ്ട് ധന്യമാവുക. ബന്ധം ഉണ്ടാക്കാൻ 1000 കൊല്ലം ഉണ്ടായാലും പോകാൻ 5 മിനിറ്റ് മതിയാകും. നമ്മളുടെ മരണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവസാനിപ്പിക്കും. നമ്മുടെ ഒരുപാട് ഇതൊക്കെ കിട്ടി, ശമ്പളമൊക്കെ ആയി, നല്ലൊരു കാറൊക്കെ വാങ്ങി, ഐഫോണൊക്കെ വാങ്ങി, എല്ലാം ആയി, ഇനി നമുക്ക് ആരും വേണ്ടല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പടച്ചോൻ തരുന്നൊരു പരീക്ഷണമുണ്ട്. വൃക്ക പോവുക, ഒരു ഭാഗം തളരുക, ട്യൂമർ വരിക. ആശുപത്രിയിൽ ഇങ്ങനെ മലന്ന് കടന്ന് 5-8 പൈപ്പും ഇട്ടിട്ട് സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നഴ്സിനെ കാണും, ഡോക്ടറെ കാണും, MD കാണും, കുടുംബക്കാരും കാണൂല. അപ്പോഴാണ് ഈ ബന്ധത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കുക. ഖബറിലേക്ക് വരെ എത്തുന്ന കുടുംബ ബന്ധം പാരത്രിക ലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് കൂടി എത്താൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.